നമസ്കാരം. UK പാർലമെന്റിൽ സംഘടിപ്പിച്ച സങ്കല്പ ദിവസ് പരിപാടിയിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാന്റെയും മറ്റ് ചില സങ്കുചിത താൽപര്യക്കാരുടെയും കുപ്രചരണങ്ങൾ പൊളിച്ചടുക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കശ്മീരി പത്രപ്രവർത്തകയും ആക്ടിവിസ്റ്റുമായ യാന മിർ. ഇന്ത്യക്കെതിരെയുള്ള പാകിസ്ഥാന്റെ എല്ലാ കള്ളപ്രചരണങ്ങളിലും അപലപിക്കുക മാത്രമല്ല, മറിച്ച് തന്റെ സ്വന്തം നാടായ കശ്മീരിൽ തനിക്ക് എല്ലാ സ്വാതന്ത്ര്യവും സംരക്ഷണവും ഇപ്പോൾ തന്റെ സർക്കാർ നൽകുന്നുണ്ട് എന്നുകൂടി യാന മിർ ആ വേദിയിൽ പറയുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ അവർ മറ്റൊരു കാര്യം കൂടി ഈ പ്രസംഗത്തിൽ ഊന്നി പറയുന്നുണ്ടായിരുന്നു. ഞാനൊരു മലാല യൂസഫ്സായി അല്ല, കാരണം എൻ്റെ രാജ്യമായ ഇന്ത്യയിൽ, ഇന്ത്യയുടെ ഭാഗമായ എൻ്റെ ജന്മനാടായ കശ്മീരിൽ ഞാൻ സ്വതന്ത്രയും സുരക്ഷിതയുമാണ് എന്ന ഒരു വാക്കുകൂടി വരുന്നുണ്ട്. ലോകമാധ്യമങ്ങൾ ഇത് വലിയ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം മലാല യൂസഫ്സായിയുടെ കഥ എന്താണ്, അവരുടെ സ്വന്തം രാജ്യം അവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നും. പക്ഷേ ഇവിടെ ഈ പത്രപ്രവർത്തകയും ആക്ടിവിസ്റ്റുമായ കശ്മീരിൽ നിന്നുള്ള സ്ത്രീ പറയുന്നത് തൻ്റെ രാജ്യത്ത് താൻ സുരക്ഷിതയാണ്, പ്രത്യേകിച്ചും തൻ്റെ ജന്മനാട്ടിൽ താൻ എല്ലാ സ്വാതന്ത്ര്യവും അനുഭവിക്കുന്നുണ്ട് എന്നുമാണ്. ഞാൻ മലാല യൂസഫ്സായി അല്ല, കാരണം എൻ്റെ രാജ്യമായ ഇന്ത്യയിൽ ഞാൻ സ്വതന്ത്രയും സുരക്ഷിതയുമാണ്. എൻ്റെ ജന്മനാട്ടിൽ എൻ്റെ കശ്മീരിൽ നിങ്ങളുടെ രാജ്യത്ത് അഭയം തേടി വരേണ്ട ഒരാവശ്യവും എനിക്ക് ഉണ്ടാവുകയില്ല. എൻ്റെ രാജ്യത്തെ പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ജന്മദേശത്തെ അടിച്ചമർത്തപ്പെട്ടതാണെന്ന് വിളിച്ച് അപകീർത്തിക്കുന്ന ഒരു മലാലയുണ്ട്. ആ മലാലയെ ഞാൻ എതിർക്കുകയാണ്. ഒരിക്കൽ പോലും ഇന്ത്യൻ കശ്മീർ സന്ദർശിക്കാൻ താല്പര്യപ്പെടാത്ത, എന്നാൽ അവിടുത്തെ ശീതീകരിച്ച മുറികളിൽ ഇരുന്നു കൊണ്ട് അടിച്ചമർത്തലിന്റെ കഥകളൊക്കെ മെനഞ്ഞെടുക്കുന്ന, സോഷ്യൽ മീഡിയയിൽ നിന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നുമുള്ള ടൂൾ കിറ്റ് അംഗങ്ങളെ താൻ എതിർക്കുന്നു എന്നുകൂടി മിർ UK പാർലമെന്റിൽ സധൈര്യം പറയുകയുണ്ടായിരുന്നു. ഇന്ത്യക്കാരെ മതത്തിന്റെ പേരിൽ ധ്രുവീകരിക്കുന്നത് അവസാനിപ്പിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു, കാരണം അങ്ങനെ ഒരു ധ്രുവീകരണത്തിലൂടെ തകരുന്ന രാജ്യമല്ല എന്റേത് എന്നുകൂടി മിർ ഈ ഒരു വേദിയിൽ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും മിറിനെയും അതുപോലെ തന്നെ മലാലയും ഒക്കെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് നിരവധി ആർട്ടിക്കിളുകളും വാർത്തകളുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇടം പിടിക്കുന്നത്. ഞാൻ മലാലയല്ല എന്ന അവരുടെ ആ സ്വരത്തിലൂടെ, അല്ലെങ്കിൽ അവരുടെ ആ പ്രസ്താവനയിലൂടെ അവർ ഇന്ത്യയുടെ മികവിനെ, അല്ലെങ്കിൽ ഇന്ത്യ എന്താണ് എന്നുകൂടി ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് UK പാർലമെന്റിൽ സംഘടിപ്പിച്ച ഈ സങ്കല്പ ദിവസിൽ അവർ ഇന്ത്യക്ക് വേണ്ടി പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.